നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടന്നത്, ആ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുമോ? ഈ ഒരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ജനറൽ റീഡിംഗ് ആണെന്ന്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടും പ്രശ്ന പരിഹാരത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാൻ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ദ മൂൺ കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 3 ഓഫ് വാൻഡ്സ് ആണ്. നമുക്ക് റീഡിംഗ് നോക്കാം. ഓം നമ ശിവായ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, കുറേ കാലം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എന്തോ ഒരു ഭാരമുണ്ടായിരുന്നു. ആ ഭാരമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ പുതിയൊരു വഴി തെളിഞ്ഞതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു രഹസ്യമാവാം. അത് നിങ്ങൾക്കും അറിയാത്ത ഒരു രഹസ്യമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ കാലം അവർക്ക് എന്തൊക്കെയോ ഭയമായിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രാപ്പിലകപ്പെട്ട അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ ഒരു മാർഗം കിട്ടിയിട്ടുണ്ട്. അത് രക്ഷ നേടാനുള്ള ഒരു മാർഗം സ്വീകരിച്ച് മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം മാറ്റി ആ ഒരു ഭയത്തിൽ നിന്നും രക്ഷ നേടുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ഇത്രയും നാളും. ആ ഒരു ഭാരം മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്വസ്ഥത ലഭിക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മോചനമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇത് മറ്റാർക്കും വേണ്ടിയിട്ട് ആ വ്യക്തി ചെയ്യുന്നതല്ല, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ എന്തോ ഒരു രഹസ്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തിക്ക് ഭയം, രഹസ്യം, എന്തൊക്കെയോ ട്രാപ്പിലായ ഒരവസ്ഥ. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റാർക്കും വേണ്ടിയിട്ടോ അല്ല ആ ഒരു വ്യക്തി അത് ഉപേക്ഷിക്കാമെന്ന് കരുതിയത്, അല്ലെങ്കിൽ ആ ഒരു ഭാരം ഇറക്കി വെക്കാമെന്ന് കരുതിയത്. ആ വ്യക്തി സ്വന്തമായിട്ട് സന്തോഷമായിട്ടിരിക്കാനും ഒരു സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിയുടെ സർവൈവലിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ വ്യക്തി ഈ ഒരു കാര്യം പ്രവർത്തിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആർക്കൊക്കെയോ ആ വ്യക്തി ഇന്ന് പൈസ കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ആരൊക്കെയോ ക്യാഷ് ചോദിച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്തൊക്കെയോ സാമ്പത്തികം കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ ആ ഒരു കാര്യം തുറന്ന് പറയണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തോ ഒരു കാര്യം പറയാനുള്ള സാധ്യതയുണ്ട്. അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ച ഒരു കാര്യം പറയാം എന്ന് ഒരു സൂചന തരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നാനുള്ള സാഹചര്യമുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇന്നത്തെ ദിവസം പറ്റിച്ചോ, എന്തെങ്കിലും നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്നൊക്കെ ഒരു സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട്. ആ സംശയം തോന്നുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ഇവിടെ വിചാരിക്കുക, നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം ഒന്നും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞില്ലെങ്കിലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് പറയും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ഇത്രയും നാളും മനസ്സിൽ എന്തൊക്കെയോ നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് ചില കാര്യങ്ങളൊക്കെ ഭയത്താൽ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ട്. ആ ഒരു ഭയമൊക്കെ മാറ്റി വെച്ച് ആ ഒരു ഭയത്തിനൊക്കെ ഒരു അവസാനം വന്ന് ആ ഒരു വ്യക്തി എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം ഇന്ന് നേടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ സന്തോഷം ഇന്ന് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ സന്തോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്രണ്ട്സുമായിട്ട് ഒരു സെലിബ്രേഷൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടി കാണുന്നുണ്ട്. തേർഡ് പേഴ്സൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു പാർട്ടിക്ക് പോവുകയോ അല്ലെങ്കിൽ പുറത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ ആരുമാകാം.
നിങ്ങളുടെ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പും ആകാം. എന്തായാലും ഇന്ന് നടന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്താണെന്ന് അതറിയാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും കാലവും നിങ്ങളുടെ വ്യക്തി എന്ത് റീസൺ ആയിരുന്നു അസ്വസ്ഥമാക്കിയിരുന്നത്, അതിൽ നിന്നും ഒരു മോചനമാണ് ഇന്നും നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത്. അത് ആ ഒരു വ്യക്തിക്ക് സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒക്കെയാണ് ആ ഒരു വ്യക്തി ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരാളുടെ ആവശ്യപ്രകാരമോ മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യപ്രകാരമോ നിങ്ങളൊന്ന് കംഫർട്ടാക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കൂടുതൽ ക്വസ്റ്റ്യനിങ്ങിനൊന്നും പോകാതെ ഇരിക്കുക. കാരണം നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും തോറും നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ചിന്തകളെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു ഡിപ്രഷനും സ്ട്രെസ്സും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അത് പറയാനായിട്ട് കുറച്ച് സമയം വേണം എന്നും ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു കാര്യം അവർക്കിന്ന് ചെയ്യാൻ സാധിച്ചത് തന്നെ കുറച്ച് ദിവസമായിട്ടുള്ള അവരുടെ പ്ലാനിങ് കൊണ്ടിട്ടാണ്. ഒരു പക്ഷേ ഇത്രയും നാളും ആരെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരു ഭയപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിർത്തിയിട്ടുണ്ടാകാം. അതിൽ നിന്നൊക്കെ ഒരു മോചനമായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ സാമ്പത്തികം കൊടുത്തിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു തേർഡ് പേഴ്സൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഇവിടെ ഒരു സെലിബ്രേഷനും കൂടെയൊക്കെയാണ് കാണിക്കുന്നത്. ഇന്നത്തെ ദിവസം എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതും അവർ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ട് ചെയ്തത് എന്നുള്ളതും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നതാണ്. അത് ദിവസങ്ങൾക്കുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ പറയാനുള്ള സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നതായിട്ടുള്ളതും നടക്കാനിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.